ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ തവണത്തെ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയത് അർജന്റീനയാണ്. അതിന് പിന്നാലെയാണ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും ഡി മരിയ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അതായത് അർജന്റീന കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്ന പല അർജന്റീൻ ആരാധകരുമുണ്ട്. പലരും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ക്ലബ്ബ് തലത്തിൽ ഇപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഡി മരിയക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തൻ്റെ പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ഡി മരിയയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ വർഷം നടക്കുന്ന വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി അർജന്റീന ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്ന ഒരു ചോദ്യമായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത്. എന്നാൽ തിരിച്ചുവരവ് അദ്ദേഹം പാടെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അർജന്റീന ദേശീയ ടീമിലെ തൻ്റെ ആ ഒരു സൈക്കിൾ അത് പൂർത്തിയായി എന്നാണ് ഡി മരിയ പറഞ്ഞിട്ടുള്ളത്. ഇത് മറ്റുള്ളവരുടെ സമയമാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡി മരിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ അർജന്റീന ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ സൈക്കിൾ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു. ഒരുപാട് യുവതാരങ്ങൾ എനിക്ക് പിറകിൽ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കളമൊഴിഞ്ഞത്. ഖത്തർ വേൾഡ് കപ്പ് അവസാനിച്ചതിന് ശേഷം ഞാൻ വിരമിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മറ്റുള്ള അർജന്റീന താരങ്ങളാണ് കോപ്പ അമേരിക്ക വരെ എന്നെ പിടിച്ചു നിർത്തിയത്. അതൊരു സിനിമ പോലെ അവസാനിച്ചു. എനിക്ക് കിരീടം നേടാൻ കഴിഞ്ഞു. ഇനി മറ്റുള്ള താരങ്ങളുടെ സമയമാണ്. ഇതാണ് ഡി മരിയ പറഞ്ഞിട്ടുള്ളത്. അതായത് യുവതാരങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഖത്തർ വേൾഡ് കപ്പിന് മുന്നേ ഈ ഒരു ഖത്തർ വേൾഡ് കപ്പിന് ശേഷം താൻ വിരമിക്കും എന്ന് ഡി മരിയ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ ഒരു വേൾഡ് കപ്പ് നേടിയതോടുകൂടി അദ്ദേഹം കുറച്ചു കാലം കൂടി ദേശീയ ടീമിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇനിയൊരു മടക്കമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അർജന്റീൻ ക്ലബ്ബായ റൊസാരിയോ സെൻട്രലിന് വേണ്ടിയാണ് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആകെ 17 മത്സരങ്ങൾ കളിച്ച ഡി മരിയ 8 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.